നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൈ ഡിയർ ജഡ്ജസ്, അറിയില്ല ഈ പുള്ളി കാണിക്കാൻ അതെങ്ങടുത്ത് കാണിച്ചല്ലേ? ഞങ്ങള് മണിയടിച്ചതാ. എന്നാ പിന്നെ ഇങ്ങട് തുടങ്ങല്ലേ? ഓക്കെ, ഗോൾഡൻ വോയിസ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ദേവുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ദേവിക. അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നല്ലോ. മുടി ഒന്ന് കാണട്ടെ ഞങ്ങള്. ഫ്രണ്ടിലേക്ക് ഇട്ടേ. ഭയങ്കര നീളമായി പോയല്ല. ഇഷ്ടം ഇത്ര മുടി ഇഷ്ടാണ്. ഭയങ്കര ഇഷ്ട. ഓ ഓക്കെ, നമുക്ക് ചോദിക്കാം.
ശരത് സർ. അല്ല മോളെ ഇത്ര മുടി എന്തിനാടാ മുറ്റം അടിക്കാനോ? എന്തിനാണ് ഇത്രയും? രാവിലെ എണീച്ച് പല്ല് തേച്ചിട്ട് മുറ്റത്തൂടെ നടന്ന മുറ്റം മുഴുവൻ തൂത്ത്, അങ്ങനെ അതിനാണോ? അല്ല, പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട്. ഇത്ര മുടിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇത്, ഇത്ര മുടി കൊണ്ട് ഡാൻസ് കളിക്കുന്ന. പട്ടി കടിക്കാനൊക്കെ ഓടിക്കുമ്പോൾ നമ്മളെ കിട്ടത്തില്ല, മുടി കിട്ടും പട്ടിക്ക്. മക്കളെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി, നല്ല രസമുണ്ടായിരുന്നു. അതിന് വേണ്ട ആ ഒരു ക്യൂട്ട്നെസ് ആണ് വേണ്ട, അത് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പാടുമ്പോൾ. പിന്നെ ചില ഏരിയ മോക്ക് തന്നെ അറിയാം, അത് കുഴപ്പമില്ല, അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാം അല്ലേ. അതൊക്കെ ആയാലും മോളെ കാണാനും നല്ല രസമുണ്ട്. ഇങ്ങനെ ആ മറ്റേ ആ മുടിയെടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഡാൻസ് ഉണ്ടായിരുന്നല്ലോ, മുടിയാട്ടം. എങ്ങനെയായിരുന്നു ഡാൻസ് കളിക്കാൻ അവൾ അത്രയും നീളം വെച്ചത്? ഓ നോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നല്ല ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു മക്കളെ, നല്ലൊരു കുഞ്ഞു വന്ന്. പിന്നെ ശ്രീഹരി അതിമനോഹരമായിട്ട് അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അത് അലമ്പാക്കി തന്നിട്ടുണ്ട്. മൊത്തം ആ ഓർക്കസ്ട്രയൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ലൊരു ക്യൂട്ടായിരുന്നു മോളെ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ദേവു എന്തോ നന്നായിട്ട് പാടിയടി. താങ്ക് യു സർ. എനിക്ക് ആകെ മനസ്സിലാവാത്ത ഒന്ന് രണ്ട് വാക്ക് ഉണ്ട്, അത് റെഫർ ചെയ്യണം. എന്താ പ്യാർക്ക അലക്ക് ജഗായ. അല്ല വീടൊക്കെ ആകുമ്പോ അലക്കേണ്ടി വരും, തുടക്കേണ്ടി വരും. പ്യാർക്ക അലക്ക് ജഗായ, അത് അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് എനിക്ക് സംശയമാണ്. അത് ചിലപ്പോ സൗണ്ടിങ് വൈസ് അലകാണോ അതോ പ്യാർക്ക അലഗ് എഴുതുന്ന അങ്ങനെയാണ്, പക്ഷെ പറയുന്നത് പ്യാർക്ക ലഗ് ജഗായ എന്ന. പാടിന്റെ അകത്ത് കേട്ടപ്പോ അങ്ങനെ, പക്ഷെ ലിറിക്സ് നോക്കിയപ്പം അലകുന്ന. ബാക്കി മോള് നന്നായിട്ട് പാടി, കോറസ് നന്നായിട്ട് പാടി. ആരൊക്കെയായിരുന്നു കോറസ്? ശ്രീഹരിയും അർജുനും. ആ കോമ്പിനേഷൻ അങ്ങനെ ആയിരുന്നോ? അർജുൻ ഒരു വരി, രണ്ടുപേരും ഒന്നിച്ച് പാടുന്നു, എന്നിട്ട് ശ്രീഹരി ഉണ്ടായിരിക്കുന്നു, അർജുൻ ഒറ്റയ്ക്ക് പാടുന്നു. ഒരുമിച്ചായിരുന്നില്ലേ? എനിക്ക് തോന്നി. പക്ഷെ അത് അവൻ റിപ്പീറ്റിലും അങ്ങനെ തന്നെ പാടി, അവൻ പാതി പാട്ട് മിണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, അർജുൻ വളരെ നല്ലൊരു സുഹൃത്താണ്. ഈ പറഞ്ഞ പോലെ ഇവൻ മിണ്ടാതിരുന്ന സമയത്ത് അർജുൻ നോക്കിയിട്ട് നീ എന്താടാ പാടാത്തത്, ആ ലുക്കോ കാര്യങ്ങളൊന്നുമില്ല. അർജുൻ അറിയാം, അവൻ അറിയില്ല, അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യവും ഇല്ല. അതുകൊണ്ട് അർജുൻ അവിടെ അർജുന്റെ പണി സുഖമായി എടുത്തിട്ട് അവിടെ മിണ്ടായിരുന്നു. ഗുഡ് ജോബ് ഡാ. ഗുഡ് ബോയ്. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ബാക്കി കുഴപ്പമില്ലാതെ പാടി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. മോളെ ദേവിക്ക് എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. കൊള്ളായിരുന്നു മോളെ, ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. പറഞ്ഞ ലതാജിയുടെ അനദർ ഗ്രേറ്റ് സോങ്, റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് ആയിരുന്നു. ദേവിക്ക് പറ്റിയൊരു സോങ് ആയിരുന്നു. ഒരുപാട് ഈ സംഗതീസിലോട്ടൊന്നും പോവാതെ ക്യൂട്ടായിട്ട് ദേവികയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയൊരു പാട്ട്. വെരി ഗുഡ്. താങ്ക് യു സർ. മാർക്ക് ഓക്കെ. ശരത് സർ. 8 marks. താങ്ക് യു സർ. അണ്ണൻ തമ്പി. ഓക്കെ. ഓക്കെ. അപ്പൊ ദേവു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതൊരു ഡെഡിക്കേഷൻ റൗണ്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ വളരെയധികം, ഒരുപാട് ആഗ്രഹിക്കുന്നു. വിളിക്കട്ടെ. So let's welcome നിവേദ്. നിവേദ് എന്തോ അടിപൊളിയായിരുന്നടാ. താങ്ക് യു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഡെഡിക്കേഷൻ റൗണ്ടിൽ ആരും എന്താ ഈ ഒരു സോങ് എടുക്കാത്തേന്ന്. അപ്പൊ ഇന്നോട് പറഞ്ഞോളൂ. കറക്റ്റ് നിവേദ്. ഇതാണ് നിവേദിന്റെ അനിയത്തി കേട്ടോ. ഹായ് പറ എല്ലാരോടും. എന്താ മോളുടെ പേര്? നവമി. നവമി. എന്താ പൊന്നിനെ വീട്ടിൽ വിളിക്കണേ? ലച്ചു എന്താ അധികം വർത്താനം പറയില്ലേ? വർത്താനം പറയില്ല, പാട്ട് പാടും. പാട്ട് പാടും. രണ്ടുപേരും ലച്ചു പാടുവോ എല്ലാവർക്കും വേണ്ടി? മക്കളെ പാടിയേ. പാടിക്കാം മോളെ. മന്ത്രത്താൽ പായുന്ന കുതിരയ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പിവാ തുമ്പത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം. ആകാശ പൊന്നാളി നിലകളയായത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം.
ബ്യൂട്ടിഫുൾ സൂപ്പർ. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ബെസ്റ്റ് പെർഫോം. നീ പൊക്കോ. അടിപൊളിയായിട്ട് പാടി മക്കളെ, മോളെ അടിപൊളി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. അച്ചോടാ. ഈ നിവേദ ചേട്ട കുറുമ്പനാണോ? കൊച്ചു കുറുമ്പനാന്ന് പേടിപ്പിച്ച് വെച്ചേക്കും അവൻ. അതെ നമ്മളെ വരെ നോക്കി പേടിപ്പിച്ച് വെച്ചേക്കും. അപ്പൊ പിന്നെ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ. ഇപ്പൊ ഇന്ന് നോക്കിയില്ലല്ലോ. എടാ കള്ള, നീ അവിടുന്ന് നോക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ നോക്കിട്ട് ഇൻഡസെന്റ് സാറൊക്കെ ചില സിനിമയില് ഇങ്ങനെ പിന്നെ പാറു പോക്ക് അവന്റെ. ആദ്യമൊക്കെ കുറെ കഷ്ടപ്പെട്ടു കുഞ്ഞ്. കാര്യം ഇങ്ങോട്ട് ഞങ്ങളെ നോക്കി അവന് ശീലമുള്ളത്. അതെ. പണ്ട് ഈ അനിയത്തി കുട്ടിയെ നോക്കിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ അവൻ തുറന്നത്. എന്തൊക്കെയാലും കൊള്ളാൻ മോനെ. അതെ. നൈസ്. നിവേദ്, എന്തുകൊണ്ടാണ് ഡെഡിക്കേഷൻ റൗണ്ടില് ലച്ചുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു? അനിയത്തിനാണ് ഏറ്റവും വലിയ ഇഷ്ടം. അനീറ്റിനാണ് ഏറ്റവും ഇഷ്ടം. ആ പിന്നെ അമ്മ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഈ പാട്ട് പാടി കൊടുക്കണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എന്റെ അച്ഛൻ പണ്ട് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് താഴത്തെ ഫ്ലോറിൽ ഒരു ജനനി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. നല്ല ചബ്ബി ചീക്സ് ഒക്കെ ഉള്ളേ. അതുപോലത്തെ ഒരു വാവിനെ വേണമെന്ന്. അതുപോലെ ചബ്ബി ചിക്സ് ഉള്ളൊരു വാവനെ കിട്ടി. എന്തിനാ മോളെ ഇത് ചെള്ളക്ക് പിടിക്കാനാ? അല്ല, എനിക്ക് അങ്ങനെ ഇതുള്ളൊരു ഇഷ്ടം. കളിക്കാം. ഇരിപ്പുണ്ട്. ചെല്ലടാ, ഓടിപ്പോ വേണേ പിടിച്ചോ മോനെ. രക്തം വരണം കേട്ടോ. ഓടിച്ചല്ലേ. ഓക്കെ, നമുക്ക് ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഹരിച്ചേട്ടാ, നല്ല സെലക്ഷൻ. താങ്ക് യു സാർ. ഒരു നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു. അനിയത്തി കുട്ടിക്ക് പറ്റിയ സോങ് ഡെഡിക്കേറ്റ് ചെയ്തു നിവേദ് കേട്ടോ. നല്ല സോങ് ആയിരുന്നു. മോനത് ഒരുവിധം നന്നായിട്ട് പാടി. യു ആർ വെരി ടാലന്റഡ്. എന്നുവെച്ചാൽ അറിയാം നിവേദിന് എന്തൊക്കെയാ പാടേണ്ടതെന്നും നിവേദ് ഏതൊക്കെ നോട്ട്സ് ആണ് പാടുന്നതെന്നൊക്കെ നിവേദിന് നല്ലതായിട്ട് സ്വന്തമായിട്ട് അറിയാം. പക്ഷെ ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ബിഗിനിങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ആ മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ അത് തൊട്ട് ആ ടോപ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു. മഞ്ഞുനീർ തുള്ളി പോൽ ഒന്ന് പാടാമോ? മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. എക്സ്പ്രഷൻസ് ഒക്കെ കൊള്ളാടാ. പക്ഷെ ചില സ്ഥലത്തൊരു സ്ട്രെയിൻ ഉണ്ട്. നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ ആ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, ഒരു സ്ട്രഗിൾ, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പൊ കാർത്തിക നാളെന്നും കൂടി ഒന്ന് പാടാം. കാർത്തിക നാൾ രാത്രിയിലൻ. അതൊരു കണക്ഷൻ ഇല്ല അവിടെ. ദാസാർ അങ്ങനെയല്ല പാടിക്കുന്നത്. കാർത്തിക നാൾ രാത്രിയിലൻ. കാർത്തിക ബ്രത്താണോ? ആ അതെ, ഒരു ബ്രത്ത് അവിടെ എന്തോ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതുപോലെ രാത്രിയിലെന്താ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ലൈൻ. അവിടെയൊക്കെ മോനെ പാടുമ്പോൾ ഒരു സ്ട്രെയിൻ ഉണ്ട്. ഒരുപാട് പാടണ്ട മോൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ളൊരു എന്നുമീ നല്ല രസമായിരുന്നു. അനുപല്ലവി കഴിഞ്ഞിട്ട് അവിടെ ഒരു സംഗതി പാടി. നൈസ്. അത് നല്ല രസമായിരുന്നു. ടേക്കില് ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ വെരി എൻഡില് എന്നുമീ അതൊന്ന് പാടാവോ? ഒരു സംഗതി ഇല്ലേ, ലാസ്റ്റ് പല്ലവി ഒന്ന് പാടാവോ? അവിടെ മോനെ രാപ്പാടി ദാരേ വെണ്ണീല കൊമ്പിലെ രാപ്പാടി ദാ ഇപ്പൊ മോൻ പാടുന്ന ടീ എന്നാ പാടും. ഒരു നോട്ടും കൂടിയുണ്ട്. അത് മോൻ പോയെന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ലൈൻ.
മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. കണ്ണീരുമാണ് ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്. കണ്ണീരോ അത് മോൻ ആ ലാൻഡിങ് ഒന്നും കിട്ടിയില്ല ടേക്കില്. കണ്ണീരോ. പല വേർഷൻസും ഉണ്ട് ഈ പാട്ടിന്റെ. പക്ഷെ ദാസ് സാറിന്റെ ഒരു വേർഷൻ വരുമ്പോ നമുക്കത് ശരിക്കും ഉള്ളിൽ കയറും. അത്രയും ഒന്നും പറയാനില്ല, ഞാനൊന്നും പറയാൻ ആരുമല്ല. അപ്പം മോനെ സൂപ്പറായിട്ട് പാടി. ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു പ്രശ്നം കേട്ടോ. ഈ സ്ട്രെയിൻ ആയിരുന്നു മെയിൻ ഇന്നത്തെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നി. ബാക്കി ഞാൻ ഓവർ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല, എന്താ അറിയില്ല. വോയിസ് ചേഞ്ചിങ് ആവും ചിലപ്പോ, ആയിരിക്കാം. അപ്പൊ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഈ ടോപ്പിലേക്ക് പോകുമ്പോ കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ട് പാടി, നല്ല മൊമെന്റ്സ് ആയിരുന്നു, രസമായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാനിക്ക നിവേദ് എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. എനിക്കും ആ സ്ട്രെയിൻ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അത് കാരണം ഒരു പുഷ്, ഒരു എക്സ്ട്രാ പുഷ് ഓരോരോ വരികൾക്കും കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് ആവശ്യമില്ലാത്ത പോലെ. പിന്നെ നിവേദ് തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ വോയിസ് ചേഞ്ചിങ്ങിൻ്റെതാവാം. ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് നിവേദ് ഇത് പാടുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഫ്ലോലെസ്, കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടാൻ പറ്റുമായിരിക്കും. എനിക്ക് കൂടുതലൊന്നും പാട്ടിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ കംപ്ലീറ്റ് ഈ ചെറുതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒറ്റ പെങ്ങളേ ഉള്ളൂ. എനിക്കൊരു പെങ്ങള്, അയലത്തുള്ളവരുടെ പെൺകുട്ടികളൊക്കെ ഇദ്ദേഹത്തിന് അനിയത്തിയാവും. കസിൻ ഉണ്ടാവില്ലേ? അല്ല, കസിനല്ല, കൂടെ റെന്റിനെടുത്തയാടാ. പിന്നെ ഒരു അനിയൻ. അപ്പൊ നമ്മൾ രണ്ടുപേരുടെയും നടുക്ക് ഉള്ള ഒരാളാണ് എൻ്റെ പെങ്ങള്. അപ്പം എന്താ പറയാ, നമ്മുടെ ആസ് എ ഫാമിലി നമ്മുടെ ലൈഫ് മാറ്റിയ ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്ററാണ്. അപ്പം അങ്ങനെ അവളുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പെട്ടെന്ന് ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു. അവള് പിന്നെ നമ്മളെല്ലാം ഒരേ സ്കൂളിലായിരുന്നു. പിന്നെ അവളുടെ കല്യാണം, അവൾക്ക് കുട്ടികളുണ്ടാവുന്നത്, ഇതൊക്കെ ഇങ്ങനെ വന്നു. അപ്പൊ ആദ്യം തന്നെ താങ്ക് യു എടാ, ഈ ഒരു പാട്ട് ചൂസ് ചെയ്തതിന്. കുറേ മെമ്മറീസിലേക്ക് പോയി. നമ്മൾ തലശ്ശേരിയിലായിരുന്ന സമയത്ത് അവിടുന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ആവാൻ കാരണം എൻ്റെ സിസ്റ്ററായിരുന്നു. കാരണം അവൾക്ക് MBBS സീറ്റ് കിട്ടിയിട്ട് അവൾ പറഞ്ഞു, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കില്ല, എൻ്റെ കൂടെ എല്ലാവരും വേണം. അപ്പം അങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ എവിടെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് മാറുന്നത്. പിന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് കോഴിക്കോട് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് അവളുടെ കോഴ്സ് കഴിയുമ്പോൾ തിരിച്ച് തലശ്ശേരിക്ക് പോകാമെന്നായിരുന്നു. പക്ഷെ കോഴിക്കോട് എത്തിയപ്പോഴേക്കും ആർക്കും പിന്നെ തലശ്ശേരിയിലേക്ക് പോകണ്ട. അപ്പം പിന്നെ നമ്മൾ തലശ്ശേരിയിലെ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് കോഴിക്കോട് തന്നെ ഒരു വീടെടുത്ത് കോഴിക്കോട്ടുകാരായി മാറി നമ്മൾ. അപ്പം അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ട്രെയിനിന് തലശ്ശേരിയിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് ഓറിഗ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ. മോനെ എൻ്റെ സാലറി എത്രയായിരുന്നു എന്നറിയോ? ഒരു മാസം 4000 രൂപ, 4000 റുപ്പീസ്. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സാലറി. അപ്പോൾ ആ സാലറിക്കായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അത് വിട്ടു, സ്വന്തമായിട്ട് കോഴിക്കോട് തന്നെ ആഡ് ഫിലിംസ് വരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ ഏൺ ചെയ്യാൻ തുടങ്ങി. തലശ്ശേരിയിൽ നിന്ന് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. അപ്പം അങ്ങനെ ആ ഒരു ഫുൾ ജേണി എനിക്ക് ഈ പാട്ടിലൂടെ എനിക്ക് വന്നു. കാരണം എൻ്റെ സിസ്റ്റർ ഷെറി എന്നാണ് അവളുടെ പേര്. ഷെറിയാണ് ആ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലൈഫ് ഇങ്ങോട്ടേക്ക് മാറ്റി വിട്ടത്. അപ്പോൾ അതന്നെ വൺസ് അഗൈൻ താങ്ക് യു. ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി അത് ആ പാട്ട് വന്നപ്പോൾ. താങ്ക് യു സർ. ബാക്കി ഇനിയിപ്പം ശരത്തേട്ടൻ പറയട്ടെ. മോനെ, നല്ല ഉഗ്രം പാട്ടടാ, നല്ല എന്താ പറയുക, ചക്കര പോലൊരു പാട്ട് മക്കൾ പാടി. അതിൽ കുറേ സന്തോഷം. ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ ഈ സിസ്റ്റർ ഉള്ളവരൊക്കെ അവരെ കുറിച്ചൊക്കെ ആലോചിക്കും. എനിക്കുണ്ട്, എനിക്കൊരു ബ്രദർ, ഒരു സിസ്റ്റർ ഉണ്ട്. നമ്മൾ അതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ കുടുംബം മുഴുവൻ ആലോചിച്ചു. ഞാൻ നല്ല പാട്ട്. ഈ കുഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ മുഴുവൻ റിലേയും പോയി കേട്ടോ. പിന്നെ നമ്മൾ അവളെ നോക്കിയിരിക്കുക. കൊച്ചാണെങ്കിൽ അന്തപ്പെട്ട് ഞങ്ങളുടെ അതേ സ്ഥിതിയിൽ ആ കൊച്ചും അന്തപ്പെട്ട് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ എന്തൊക്കെയായാലും മൊത്തത്തിൽ നല്ലതായിരുന്നു. മോൻ ഈ സ്ട്രെയിന് എനിക്ക് തോന്നുന്നത് ഈ വോയിസ് ചേഞ്ച് ആവാൻ പോകുന്നതിൻ്റെ മോനെ. അതുകൊണ്ടാണ് നീ ഓവർ ഈ പുഷ് കൊടുത്തില്ല, നിനക്ക് ശബ്ദം വരത്തില്ല. അപ്പൊ ഈ പുഷ് ചെയ്യുമ്പോൾ അതിന് ആ സുഖവും അങ്ങ് പോകും കേട്ടോ. ഇതൊരു കൂളായിട്ട് പാടല്ലേ മോനെ, ശരിയാവും. അതൊക്കെ അങ്ങ് ശരിയാവും. സ്റ്റേജ് നല്ല മധുരമായിട്ടുള്ള ശബ്ദം കിട്ടും. അതെ, പറ്റുമെങ്കിൽ നിവേദ ഇനിയുള്ള പാട്ടുകളൊന്ന് എത്ര ഹൈ പോവാത്തത് ഒന്ന് ഇനി സെലക്ഷൻ ഒന്ന്
നോക്കിയോ ഓക്കെ കുറെ കിടന്ന് അലറി വിളിക്കണ്ട. വോയിസിന് പറ്റിയ ഓക്കെ. വേറൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. ഈ എന്താ പറയണ്ടേ, ഈ അനിയത്തിയായിട്ടുള്ള ആ ബന്ധം ബ്യൂട്ടിഫുൾ ആണ്. അതെപ്പോഴും എല്ലാവർക്കും അതിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഈ ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ. എല്ലാ നന്മയും ഉണ്ടാകട്ടെ മക്കളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഇനി മാർക്സ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. Are you sure about that? യാ ഏതാ പാടുവോ? പല്ലവി പാടാന്ന് അവൾ എന്നോട് പറയാ. അയ്യോടാ, എന്നാ പിന്നെ നീ വേഗം മാർക്സ് ചോദിക്കും. ഓക്കെ ശരത് സാർ. 8 മാർക്കും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. യെസ് ആ ചേട്ടന്റെ മാർക്കൊക്കെ അവിടെ ഇട്ടു. എത്രയാ കിട്ടിയെന്നറിയോ? ഇല്ലേ? ഓ എന്ത് രസാ. ഓക്കെ ഒന്നിച്ച് പാട്ട്. ആ കുലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ, നിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുന്നു, എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാൻ. കുലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. സൂപ്പർ. അവള് തന്നെ അന്തം വിട്ടു നോക്കാം. സൂപ്പർ ലച്ചു, സൂപ്പർ ലച്ചു, സൂപ്പർ. താങ്ക് യു. ഓക്കെ അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പാട്ടും അടിപൊളിയാക്കണം. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. ഒരു ലച്ചു, ടാറ്റ, ബൈ ബൈ. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അങ്ങനെ നല്ലൊരു ക്യൂട്ട് പെർഫോമൻസ് കണ്ടു അല്ലേ? ഇനി അടുത്തത് ഒരു ഗോൾഡൻ വോയിസ് റൗണ്ടിലേക്ക് പോവാം. ബ്യൂട്ടിഫുൾ. ലതാജിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിട്ട് വരുന്നു നമ്മളുടെ പാർവണ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. सजना के माने ना, दिल दीवाना बिन सजना के माने ना, ये पगला है समझाने से समझे ना, ये पगला है समझाने से समझे ना.
रब से कुछ भी चाहे ना, ये पगला है समझाने से समझे ना, ये पगला है समझाने से समझे ना। जिए चाहे बना के आंचल तुमको लपेटूं तन पे, ओ हो ओ, जिए चाहे बना के आंचल तुमको लपेटूं तन पे, कभी ये सोचूं मैं उड़ जाऊं तुमको लिए गगन पे, और भी कुछ है दिल के इरादे क्या कहना, പാർവണ, ഓ കഴിഞ്ഞ പെർഫോമൻസ് കുറെ നല്ല കമന്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇനി ഇത്തവണ എങ്ങനെ ഉണ്ടായി നമുക്ക് ചോദിക്കാം. ഓക്കെ, ശരത് സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ. താങ്ക് യു സാർ. കാര്യം നല്ല സെലക്ഷൻ, നല്ല ഉഗ്രം പാട്ട്. കാര്യം എന്ത് സുഖമാണ്, എന്തൊരു പ്രകാശമാണ് മോള് പാടുന്ന. അതിന്റെ സെക്കൻഡ് ഹാഫിലുള്ള വയലിൻ അറേഞ്ച്മെന്റ്സ്, ആ 2 ഓക്ടേവ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാൻ. ഒരു നിവൃത്തിയില്ല. അവര് ആ മെലഡി വായിച്ചപ്പം ആ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു. മോള് പാടിക്കഴിഞ്ഞിട്ട് അവർ ആ മെലഡി മോള് പാടുന്ന അവര് വായിച്ചിട്ടില്ലേ, അത് എന്തുമാത്രം എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ആ പാട്ടിന്, ആ ഒരു ഫ്രേസിന്. അതെ, നല്ല രസമുണ്ടായിരുന്നു. ആണോ? ആയിക്കോട്ടെ. ആ, അത് അങ്ങനെ മോളെ രസിക്കണോടാ. ഇതൊക്കെ ഇപ്പൊ അവർ ഇത്രയും പേരിരുന്ന് കുത്തിയെറിഞ്ഞ് ഇമ്മായിട്ട് കുട്ടുകുട്ടുമെന്ന് കുട്ടതല്ല, അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അവർ കമ്പോസ് ചെയ്തതിനും ഇവരൊക്കെ അത് റീപ്രൊഡ്യൂസ്, അതുപോലെ അന്നുള്ള ഭീകരന്മാർ വായിച്ചതാണ്. അവർ നമ്മുടെ ആളുകൾ ഒട്ടും കുറവല്ല, അവരെല്ലാം കില്ലാടികളാണ്. അവരതങ്ങോട്ട് വായിച്ചാലും എന്ത് സുഖമാണ് കേൾക്കാൻ. ചില പാട്ടുകൾ അങ്ങനെയാണ്, നമുക്ക് കുറ്റാക്കുറ്റി ഇരുട്ടത്തിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല, അത് ചേരത്തില്ല. നല്ല പ്രകാശം, നല്ല ഇളം കാറ്റ്, ആ വെളിച്ചവും ഒക്കെ അങ്ങനെ ഫീൽ ചെയ്യാം. കാര്യം ഇതിപ്പോൾ തരീനീനീനെ എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവരുടെ ഒരു ബാക്കിങ്ങില്ല വയലൻസ്, ആ 2 ഓക്ടേവ്, അയ്യോ ബ്യൂട്ടിഫുൾ. അതിങ്ങനെ വരുമ്പോൾ അതിങ്ങ് ആ മെലഡിയെ അങ്ങ് പൊക്കി ഇങ്ങനെ പിടിച്ചാൽ 2 കൈ. ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര, ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. എന്ത് രസമാണ്. അയ്യോ, അസാധ്യം. ബ്യൂട്ടിഫുള്ളായിട്ട് മോള് പാടി, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾക്കൊക്കെ തോന്നിയ ഒരു കാര്യം, കുറച്ചും കൂടെ ത്രോ ആകാമായിരുന്നു. എന്റെ ഒച്ച അടഞ്ഞിരിക്കുക. ആണോ? സത്യമാണോ? അല്ല, ഇപ്പൊ 2ാമത് പാടിയപ്പോ രസമായിട്ട് പാടിയല്ലോ. ആ 2ാമത് പാടിയപ്പോ ഒച്ച തുറന്നു. എനിക്ക് അതുപോലെ ഈ അനുപല്ലേ ഒന്ന് പാടാമോ? दुनिया मांगे अपनी मुरादे मैं तो मांगूं साजन, ओ हो हो ओ, दुनिया मांगे अपनी मुरादे मैं तो मांगूं साजन,
रहे सलामत ആ മോളെ मेरा അത് सजन താരീന എന്നാണ് താരീന ആണോ? दुनिया मांगे ആ, അതാ Okay. അവിടെ വെച്ചോ. അവിടെ വെച്ചേക്ക്. അവിടെ ആ ചാവി കളഞ്ഞേക്ക്. ഇനി അത് നമ്മൾ ചോദിക്കത്തല്ല. ഓക്കെ, അതാ ചോദിച്ചത്. അതിന് അപ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി ആവാം മോളെ. അതിന് കേട്ടോ, അത് നമുക്കൊരു മോള് തെറ്റിപ്പോയതാണോ എന്ന് തോന്നി. അതൊരു കൃത്യമായിട്ട് പാടാം കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ചളങ്ങലുണ്ട്, അത് മക്കൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് ശരിയാക്കിയ, പക്ഷെ ഓവറോൾ ബ്യൂട്ടിഫുൾ. അത്രേ ഉള്ളൂ പറയാൻ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക പാർവണ ഓ അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. പാർവണ ഒരിക്കലും ഇവിടെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇമ്പ്രസ് ചെയ്യാതെ പോയിട്ടില്ല. എപ്പോൾ വന്നു കഴിഞ്ഞാലും പല പല ടൈപ്പുകൾ പാർവണ പാടുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ എക്സ്ട്രീം 2-3 അറബിക് ടോൺ, പിന്നെ അതിൽ തന്നെ മലയാളം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അടിച്ചു പൊളിച്ച് പാടി വിത്ത് ടോട്ടൽ പെർഫോമൻസ്. ഇതും അടിപൊളിയായിട്ട് തന്നെ പാടി പാർവണ. താങ്ക് യു സാർ. ആകെ ഒരു അഭിപ്രായം ഈ പറഞ്ഞ പോലെ ഒന്ന് ഒതുക്കി, കാരണം അതിൽ ലതാജി ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് പാടുന്നത്. ഇത് ചിലപ്പം ഒരു പിഞ്ച് ഓഫ് സാഡ്നെസ് ചിലപ്പോൾ ഫീൽ. ഇതിങ്ങനെ ഒതുക്കി പാടുള്ളൂ. എന്നോട് അനുരാഗത്തിൻ വേളയിൽ അതിൻ്റെ ഒരു സാഡ് വേർഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇമ്മീഡിയറ്റ് ചോദിച്ചു, ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അതുപോലെ ഫീൽ ഞാനുണ്ടാക്കിയത് ഭീകരമായിരുന്നു. അനുരാഗത്തിൻ വേളയിൽ ഫുൾ മൈനറാക്കി. വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അല്ല, പ്രേമാർദ്രം. മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടീ നെഞ്ചകം അലയുന്നേ വിസ്മയം ഇനി എന്റെ മാത്രം. ആ നേരെ ശിവരഞ്ജനിലെ ഞങ്ങൾ പിടിച്ചങ്ങ് ഇറക്കുന്നത്. ഇടയ്ക്ക് അത് കൂടി ഇടാം. മിശ്ര ശിവരഞ്ജനി ആയിക്കോട്ടെ, പക്ഷേ ഋഷഭത്തി പിടിച്ചില്ല. അതെ, കുഴപ്പമില്ല. Please forgive me. Please, I'm sorry. Yo, it's okay. All the game. Did you like it? yeah, very nice. Thank you. Don't repeat. ഇല്ല. പ്ലീസ്. അപ്പം അതന്നെ ഒരു പിഞ്ച് ഓഫ് സാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യണം. മറ്റൊന്ന് ഇത് ഇപ്പം പിന്നെ ദുനിയാ മാങ്കെ അപ്നെ മുരാദെ, ലോകം അതിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് സാജൻ, ഐ വാണ്ട് എ പാർട്ട്ണർ. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഓപ്പൺനെസ്സും ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഫീലിന് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഗംഭീരാണ് മോൾ, അടിപൊളിയാണ്. രാവിലൊക്കെ അതൊന്നും കിട്ടിയില്ല, വെറും കാറ്റാണ്. അയ്യോ, ഞങ്ങൾക്കും അങ്ങനെയൊക്കെ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. രാവിലത്തെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് മൊത്തം പോകും. അതെ, അതെ, ജലദോഷവും എല്ലാം. കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ മോളെ, അടിപൊളി, സൂപ്പർ കേട്ടോ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. പാർവണ ഓ സൂപ്പർ, താങ്ക് യു സാർ. നല്ല സോങ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ, നല്ല ചോയ്സ്, സെലക്ഷൻ, നല്ല സെലക്ഷൻ മോളെ. താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാ. എന്തൊരു കോമ്പോസിഷൻ, ആ സ്ട്രിങ്സും ഓർക്കസ്ട്ര എല്ലാവരും ഗംഭീരം, സൂപ്പർ. പറയാൻ വിട്ടുപോയി, എല്ലാവരും തകർത്ത് കളഞ്ഞു. എല്ലാവരും ഇത് പ്രിപ്പയർഡ് ആയിട്ട് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർ വന്നിരിക്കുന്നു. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓർക്കസ്ട്ര. കോറസ് കൊള്ളായിരുന്നു. പറഞ്ഞ പോലെ കുറച്ചുകൂടി ഓപ്പൺനെസ് വരായിരുന്നു സിംഗിങ്ങിൽ. കാരണം ലതാജി അങ്ങനെ പാടിയിരിക്കുന്നത്, ഇത് എല്ലാവരുടെയും ചെവിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സോങ്ങാണ്. അവിടെ ഒരു കോളാണ്, ഒരു ഭയങ്കര ഒരു ഗിവ് ആയിട്ടുള്ളൊരു പരിപാടി അവിടെ. അപ്പോൾ എനിക്കത് മോള് പാടിയപ്പോൾ കുറച്ച് ഒതുക്കി വെച്ച് ശ്രദ്ധിച്ച് പാടി. നല്ല കാര്യമാണ് ശ്രദ്ധയോടെ പാടുന്നത്. പക്ഷേ ആ പാട്ടിൽ കുറച്ചുകൂടി ഒരു ത്രോ വന്നിരുന്നെങ്കിൽ ഇമ്പാക്ട്, കാരണം ഇതിൽ ഫുൾ കണ്ടില്ലേ പെർക്കഷനും അതിന് കൂടെ കട്ട് ത്രൂ ചെയ്യണ്ട നമ്മുടെ വോയിസ്. അപ്പോൾ നമ്മൾ ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ഓർക്കസ്ട്ര ഇങ്ങനെ മേളിൽ നിൽക്കും, നമ്മുടെ വോയിസ് താഴെ നിൽക്കും. അപ്പോൾ മോള് കുറച്ചും കൂടി ഇങ്ങനത്തെ സോങ്സ് പാടുമ്പോൾ, എസ്പെഷ്യലി പെർക്കസീവ് ആയിട്ടുള്ള പാട്ടിൽ പാടുമ്പോൾ ഒറിജിനൽ അവരെങ്ങനെ പാടിയിരിക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ സാർ. നന്നായിരുന്നു, എനിക്കിഷ്ടമായി, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇൻട്രോയിലുള്ള ലല അതാണ് എനിക്ക് ഒന്ന് പാടാവോ? ഓഹോ ലാലലന്നുണ്ടോ? അങ്ങനെയല്ലേ? സ്മൈൽ, ചിരിക്ക്. ഓഹോ
ഇതൊക്കെ പാടുമ്പോൾ ഈ ഹമ്മിങ് ഒക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, ചിരിച്ച് നല്ല ഓപ്പൺ ആയിട്ട് പാടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒക്കെ തുടങ്ങുമ്പം ഓഡിയൻസിന് ഇതിപ്പോൾ മോൾക്ക് അറിയാം, മോൾക്ക് സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവില്ല മോൾക്ക് എന്താ പ്രശ്നം. നമുക്ക് പ്രാന്തുള്ള കാര്യമൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അപ്പം അത് നമ്മൾ അപ്പം അത് നമ്മളായിട്ട് പറഞ്ഞ് വെക്കാതെ ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. നല്ല ചിരിച്ച് ആ സോങ് തുടങ്ങുകയല്ലേ, ആദ്യമേ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പം ആൾക്കാർ എന്തോ കുഴപ്പമുണ്ട്, വയ്യാന്ന് തോന്നുന്നു കുട്ടിക്ക് കേട്ടോ. അപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് എപ്പോഴും ഒരു സോങ് തുടങ്ങുമ്പോൾ നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി ശരത് സർ. മക്കളെ ഓ എത്ര വേണം? 8.5. ആ. ഹാപ്പിയാണോ? ആ. 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ഹരിച്ചേട്ടാ, ഷാനിക്ക ഇട്ടോളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പാർവണയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ലതാജിയുടെ സോങ്ങോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പോയി കിടന്ന് ഉറങ്ങ്. എന്താ കഴിക്കാൻ രാത്രി ഇനി? ആഹാരം. എന്നാ അടിമോളെ പുറകിൽ ഒരു കൊക്കയുണ്ട്, ചാടിക്കും. ആഹാരം കഴിച്ചിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങും. നിങ്ങളും കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്, ബൈ. ബൈ.